Hi, welcome to Matcom. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു സ്മാർട്ട് ലൈസൻസ് ആയിട്ട് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് അത് പിന്നീട് നമുക്കൊരു PVC കാർഡായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്ത് പറ്റും. ഫോർ എക്സാമ്പിൾ പഴയ ലൈസൻസുകളൊക്കെ കയ്യിലുള്ളവർക്കെല്ലാം ആ ലൈസൻസ് എന്ന് പറയുന്നത് ഒരു ലാമിനേറ്റഡ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ ആധാർ കാർഡ് ലൈക്ക് എന്താ പറയുക ആധാർ കാർഡൊക്കെ ഇരിക്കുന്ന ഒരു ലാമിനേറ്റഡ് ഫോമിലായിരിക്കും ഇരിക്കുന്നത്. അത് മാറ്റി നമ്മുടെ ATM കാർഡ് ഫോമിൽ അല്ലെങ്കിൽ ഇപ്പോൾ PVC കാർഡ് ടൈപ്പ് ആക്കി നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സൗജന്യമായിട്ട് ഈ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ഇതിന്റെ ഫുൾ ഇൻഫർമേഷൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തരുന്നതാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്ത് ക്രോമിനകത്ത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മിനിസ്ട്രി അല്ലെങ്കിൽ പരിവാഹൻ സേവ എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ചെയ്ത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളൊരു മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെ സൈഡിലേക്കാണ് പോകുന്നത്. അതിൽ പോയതിനു ശേഷം അവിടെ അതർ സർവീസ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് കാണാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ സ്റ്റേറ്റ് ഫോർ എക്സാമ്പിൾ ഏത് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഓപ്പൺ ആവും. ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതിനകത്ത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതേഴ്സിനകത്ത് പോയിട്ട് നമ്മൾ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. ആ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഓൾറെഡി ഈ പരിവാഹന്റെ സൈഡിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അത് ആപ്ലിക്കേഷൻ നമ്പർ ഇല്ലാത്തവരാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് PVC കാർഡ് ഫോർ എക്സാമ്പിൾ സ്മാർട്ട് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. സോ ബേസിക്കലി വേണ്ടി ചെയ്യേണ്ടത് സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അന്നേരം ഇപ്പോൾ അവർ നിങ്ങളോട് ലൈക്ക് ക്രൈറ്റീരിയ, അതായത് ആപ്ലിക്കേഷൻ നമ്പർ കയ്യിലുണ്ടോ, അത് ലേണർ ലൈസൻസ് നമ്പർ കയ്യിലുണ്ടോ, ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഉണ്ടോ, അത് കണ്ടക്ടർ ലൈസൻസ് നമ്പർ കയ്യിലുണ്ടോ. സോ നമ്മൾ ഏത് വെച്ചിട്ട് അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ എൻ്റർ ചെയ്തു. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലുള്ള ലൈസൻസ് എടുത്ത് അതായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. പിന്നെ RTO ഓഫീസിന്റെ നമ്പർ ഉണ്ടാവും. അതിനുശേഷം ഏതിന്റെ വർഷമാണ് നിങ്ങൾ ലൈസൻസ് എടുത്തതുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തന്നിരിക്കുന്ന ക്യാപ്ച എന്താണോ ആ ക്യാപ്ച അതേപടി കൃത്യമായി എൻ്റർ ചെയ്തു. ക്യാപ്ച തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ക്യാപ്ച വളരെ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും നോട്ട് ചെയ്ത് വെക്കാം. ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം. സോ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ക്യാൻസൽ കൊടുത്ത് നമ്മളിത് തിരിച്ചു പോവുക. ഇതിലേക്ക് വരുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ്. സോ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് ചൂസ് ചെയ്യുക. പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും. അപ്പോൾ നമ്മൾ മുമ്പേ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ നമ്പർ ഏതാണോ ആ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പം നമുക്ക് പ്രിന്റ് ഓപ്ഷൻ എന്ന് പറയുന്ന PVC നമുക്ക് PVC കാർഡായിട്ട് കിട്ടുമെന്നല്ല അർത്ഥം. PVC കാർഡിന്റെ ഫോർമാറ്റിൽ കിട്ടുക. നമുക്ക് പിന്നീട് PVC കാർഡായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു OTP വരുന്നതോ ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് ഫോമിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏതെങ്കിലും ഒരു അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ പ്രിന്റ് എടുക്കുന്ന സെന്ററിലോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PVC കാർഡായിട്ട് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നിങ്ങൾ അതായിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പോലും ഇത് ഇതേപടി നിങ്ങളുടെ മൊബൈലിൽ ഒരു PDF ഫയലായിട്ട് സൂക്ഷിച്ചാൽ മതി. അതിന്റെ ആവശ്യമുള്ള 45 എവിടെയെങ്കിലും ഇപ്പോൾ ആരെങ്കിലും കൈ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പറയുക ഇത് കാണിച്ചാൽ മതി. ഇത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയുക നിങ്ങളുടെ എല്ലാ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ആവുന്നതാണ്. സോ അതുകൊണ്ട് ഇതാണ് ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക.